സർ, ഒടുവിൽ ശശി തരൂർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു താൻ BJPയിൽ ചേരില്ല എന്ന്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു 2026 തെരഞ്ഞെടുപ്പിൽ എന്തു വേണമെന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തു വേണം, താൻ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ആലോചിച്ച് തീരുമാനിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് സർ ഈ ശശി തരൂർ ഉന്നം വയ്ക്കുന്നത്? മുഖ്യമന്ത്രി കസേര തന്നെയാണോ, അതോ അദ്ദേഹത്തിന് മറ്റു വല്ല ഉദ്ദേശവും ഉണ്ടോ? അല്ല, ഈ ഇദ്ദേഹം 2009 മുതൽ MP ആയ ആളല്ലേ? അതെ. അതിനുശേഷം ഇവിടെ പല നിയമസഭാ തിരഞ്ഞെടുപ്പും ഉണ്ടായിട്ടുണ്ടല്ലോ. 2011, 16, 21. അപ്പോൾ അന്നേരം ഒന്നും ഈ ചോദ്യം ഇല്ലായിരുന്നല്ലോ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഒരു കോൺഗ്രസ്സുകാരൻ, അദ്ദേഹത്തിന് വേറൊരു ഫേസ് ഉണ്ട്, അതങ്ങോട്ട് മാറ്റി നിർത്താൻ. പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം ഒരു കോൺഗ്രസ്സുകാരന്. താഴെത്തട്ടിലുള്ള ഒരു പ്രവർത്തകൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴേ നടത്തുമല്ലോ. അവൻ ചുവരെഴുതും, വീടാന്തരം കയറി ഇറങ്ങി പിന്നെ അവരുടെ ലഘുലേഖകൾ വിതരണം ചെയ്യും, വോട്ടേഴ്സ് ലിസ്റ്റ്, മറ്റ് പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുമല്ലോ ഇതിനുള്ള മുന്നൊരുക്കമായിട്ട്. അപ്പോൾ പിന്നെ ഇദ്ദേഹം എന്താണ്, ഈ കൊമ്പത്തെയാണോ, ദന്തഗോപുരത്തിൽ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ അഹങ്കാരമാണ് കാണിക്കുന്നത്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം പറയണം, ഇനിയും വേറെ സ്ഥാനമാനം കൊടുക്കണം. ഇദ്ദേഹത്തിൻ്റെ നോട്ടം എന്താണെന്നറിയാമോ? എല്ലാവരും പറയും പെട്ടെന്ന് മുഖ്യമന്ത്രി കസേരയാണ്, അതവിടെ നിൽക്കട്ടെ. മുഖ്യമന്ത്രി കസേരയ്ക്ക് നിരവധി പേരുണ്ട്. അങ്ങനൊന്നും തരൂരിനൊന്നും പിടിച്ച് ആദ്യമേ മുഖ്യമന്ത്രിയാക്കാനൊന്നും ഇവിടെ തയ്യാറാകത്തില്ല. ഈ തരൂര് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈലിൽ. അത് ചിലപ്പോൾ കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും അത് പറ്റത്തില്ല. പക്ഷേ കോൺഗ്രസ്സുകാർ, യഥാർത്ഥ പാർട്ടി പ്രവർത്തകൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തരൂരിന് ചെയ്യാനും കഴിയത്തില്ല. അത് തരൂർ അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. ഇദ്ദേഹം കണക്ക് കൂട്ടുന്ന എന്താണെന്നറിയാമോ? ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തരൂർ പറഞ്ഞു, ഇനി ഇത് പാർലമെൻറ്റിലേക്കുള്ള അവസാനത്തെ മത്സരമാണ്. 4 തവണയായി. കാരണം ഈ 4ാമത്തെ തവണ മത്സരിക്കുമ്പോൾ അല്പം പരിങ്ങലിലായിരുന്നു. അല്പമെന്നല്ല, നല്ല ഒന്നാം തരം പരിങ്ങലിൽ തന്നെയായിരുന്നു. ജയിക്കില്ല എന്ന്, പരാജയം മണത്തു, ജയിക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയതാണ്. എന്തോ ഒരു ചില നീക്കുപോക്കുകളൊക്കെ നടത്തി അതിലൂടെ കഷ്ടിച്ചങ്ങ് വിജയിക്കുകയാണ് ചെയ്തത്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇത് കഴിഞ്ഞാൽ ഇനി അടുത്ത തവണ മത്സരിക്കില്ലല്ലോ 29. അതിനുവേണ്ടി ചില നീക്കങ്ങൾ നടത്തുകയാണ്. അതായത് ഇനി മത്സരിക്കാനല്ല, ഇനി നിയമസഭയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ എത്തുക. തരൂരിനെ സംബന്ധിച്ചിടത്തോളം അതേ ഉള്ളു നോട്ടം, അതിന് താഴെയൊന്നില്ല. അല്ലാതെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സാമ്പത്തിക ധനവകുപ്പ് മന്ത്രിയോ അല്ലെന്നുണ്ടെങ്കിൽ ആഭ്യന്തരമോ മറ്റേതെങ്കിലും വകുപ്പൊന്നും അല്ല നോട്ടം ഇടുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ് നോട്ടം ഇടുന്നത്. അതിവിടുത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തകനും അംഗീകരിച്ചു കൊടുക്കത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. അതിനുവേണ്ടിയാണ് ഈ അടവെടുക്കുന്നത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇത് വേഗം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴി തേടും. വഴി തേടിക്കോ. എന്താ, തരൂരിന് ശേഷം ഈ പല്ലിയുടെ വിചാരമുണ്ട്, പല്ലിയാണ് ഉത്തരം താങ്ങുന്നതെന്ന്. തരൂരൊന്നും അല്ലല്ലോ കോൺഗ്രസ് പാർട്ടിയെ താങ്ങി നിർത്തുന്നത്. തരൂരിനെ പോലുള്ള വേറെ 1000 തരൂരുമാരുണ്ടാകും. KV തോമസ് എന്ന് പറയുന്ന ഒരു അധികാര മോഹി എങ്ങോട്ട് പോയി? CPM-ന്റെ പിന്നാലെ പോയില്ലേ? കോൺഗ്രസ് പാർട്ടിക്ക് എന്താ ഉടനെ അപജയം സംഭവിച്ചോ? ഞാൻ കോൺഗ്രസ്സുകാരനും അല്ല, കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുള്ളവനും അല്ല. എന്നാലും ഞാൻ പറയുകയാണ്, അങ്ങനെ ഒക്കെ അങ്ങ് തകരുമോ? ഒരാൾ പോയി കഴിഞ്ഞാൽ ഉടനെ തകരുന്ന ഒന്നാണോ? CPM-ൽ നിന്ന് എത്ര പ്രഗത്ഭന്മാർ പോയിട്ടുണ്ട്. MV രാഘവനും KR ഗൗരിയമ്മയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പാർട്ടി അണികൾ നടുങ്ങിപ്പോയി. ഇനിയില്ല, CPM തകർന്നു എന്നൊക്കെ പറഞ്ഞല്ലേ. അതൊക്കെ ഓരോ തോന്നലാണെന്നേ. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് തന്നെയാണ്. ഈ തരൂർ എന്താ വിചാരിച്ചു? തരൂർ ഈ കോട്ട് വിട്ട് വായിക്കൊള്ളാത്ത കുറച്ച് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എല്ലാം ആയി എന്നാണോ? ഇദ്ദേഹം MP എന്നുള്ള രീതിയിൽ 100% പരാജയമാണ്, പരാജയത്തിൻ്റെ അങ്ങേയറ്റമാണ്. ഇനി അവിടെ മത്സരിക്കാൻ അദ്ദേഹത്തിന് കഴിയത്തില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ, കാരണം BJP തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നല്ലൊരു മുന്നേറ്റം കുറിച്ചിരിക്കുകയാണ്.
രാജീവ് ചന്ദ്രശേഖറിലൂടെ വിജയം ഒന്നുകൂടെ അടുത്തെത്തിക്കഴിഞ്ഞു. അടുത്ത തവണ പാർലമെൻറ്റ് മണ്ഡലം BJPയുടെ കയ്യിൽ ഇരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ CPIക്ക് കൊടുത്തിരിക്കുന്ന സീറ്റാണ്. CPI ഇല്ലാതായി, CPM ഇല്ലാതാക്കുകയും ചെയ്തു. അത് വേറെ കഥ. മത്സരിക്കാൻ പോലും ഒരു കാൻഡിഡേറ്റിനെ കിട്ടുന്നില്ല ഇല്ല എന്നുള്ളതാണ്. മത്സരിച്ചാൽ ആരെങ്കിലും നിർത്തിയാൽ തന്നെ CPM പ്രവർത്തകരാരും ഇവിടെ പ്രവർത്തിക്കത്തില്ല. അവരൊക്കെ തൊട്ടടുത്ത മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പോകും. CPIയുടെ പാവം പിടിച്ച പന്നിയൻ രവീന്ദ്രൻ കിടന്ന് അങ്ങ് നെട്ടോട്ടം നടത്തുകയായിരുന്നു. ഇത് മുൻകാലങ്ങളിലേ ഉള്ളതാണ്. CPIയെ അവരുടെ പക്ഷെ കൊടുത്തിരിക്കുന്നതെല്ലാം അവർക്ക് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. തിരുവനന്തപുരവും വയനാടും തൃശ്ശൂരും മാവേലിക്കരയും. ഇതിൽ 3 സ്റ്റാർ മണ്ഡലങ്ങളായിരുന്നു. അതുപോട്ടെ. അപ്പൊ ഈ തരൂരിന് എന്തായാലും തരൂർ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് 2021 അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു അവകാശവാദമാണ്. 2021 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി പ്രകടന പത്രിക തയ്യാറാക്കുന്നതിൻ്റെ ചുമതല എനിക്കായിരുന്നു. ഞാനത് വളരെ വിജയകരമായിട്ട് നിർവഹിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കതിലെ വിജയം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം കോൺഗ്രസ് അതിനു മുമ്പുണ്ടായിരുന്ന സീറ്റുകളെക്കാൾ എണ്ണം കുറഞ്ഞ് പ്രതിപക്ഷത്ത് വന്നിരിക്കുകയാണ്. CPMന് 98 സീറ്റുകൾ കിട്ടി അധികാരത്തിൽ വന്നു. ഇതാണോ വിജയം എന്ന് അദ്ദേഹം പറയേണ്ടതാണ്. അങ്ങേക്ക് എന്ത് തോന്നുന്നു? അല്ല, തരൂരിൻ്റെ ഇപ്പം പ്രകടന പത്രിക തയ്യാറാക്കുന്നതിൽ ഭംഗിയായി നിർവഹിച്ചു. അതൊരു ക്ലറിക്കൽ ജോബാണ്. അതിന് ഈ തരൂരിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ തരൂരിന് ഇങ്ങനെയുള്ള ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മിടുക്കനാണ്. പണ്ടേ കോൺഗ്രസ് പാർട്ടി അതങ്ങ് ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. ദേശീയ തലത്തിൽ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി അമിത്ഷായൊക്കെ ഗുജറാത്തിൽ തന്നെ ഇരുന്നേനെ. അത് ചെയ്യിക്കാനായിട്ട് സാധിച്ചില്ല പാർട്ടിക്ക്. ഇപ്പോൾ തരൂരിന് എന്താണ്, ഏതും എന്തിനും ഈ ഇതിലൂടെ ഡിജിറ്റൽ വഴിയുള്ള പോസ്റ്റ് ഇടുക. ഒരു കരാർ തൊഴിലാളി ശ്വാസം മുട്ടി മരിച്ചപ്പോൾ എന്താണ് ഈ തിരുവനന്തപുരത്തിൻ്റെ MP ചെയ്തത്? ഫേസ്ബുക്ക് അദ്ദേഹം ലോകത്തെ ഏതോ ഒരു കോണിലിരുന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് എഴുന്നേറ്റ് നിന്ന് മൗനമാചരിച്ച വിദ്വാനാണ്. ഇദ്ദേഹമാണോ? ഈ ഇദ്ദേഹത്തെ ജയിപ്പിച്ചതിന് തിരുവനന്തപുരത്തെ വോട്ടർമാരെയാണ് ഈ നമ്മൾ ഇപ്പം ഏറെ ദേഷ്യത്തോടെ കാണുന്നത്. അതിലൊരു വോട്ടറും കൂടിയാണ് ഞാൻ. ഒന്ന് ആലോചിക്കണം. പ്രശാന്തും അതിലൊരാളാണ്. അത് വോട്ടെങ്ങോട്ട് പോയി എന്നുള്ളതല്ല. തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് ഏറ്റവും കൂടുതൽ ദുഃഖമായി തീർന്നിരിക്കുകയാണ്. കേരളത്തിലെ 2 മണ്ഡലങ്ങളിലെ ജനങ്ങളാണ് ഈ തെരഞ്ഞെടുത്ത് വിട്ടതിൽ ഏറെ ക്ലേശിച്ച് നിൽക്കുന്നവർ. ഒന്ന് തിരുവനന്തപുരത്ത് തരൂരിനെ പാർലമെൻറ്റിലേക്ക് വിട്ടതിൽ, മറ്റൊന്ന് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മുകേഷിനെ നിയമസഭയിലേക്ക് വിട്ടതിന് കൊല്ലത്തെ വോട്ടർമാരും ദുഃഖിച്ചിരിക്കുകയാണ്. 2ാം തവണ പോലും തിരിച്ചു വിളിക്കാനായിട്ട് സാധിച്ചില്ല. ഇവിടെ 4 തവണയായിട്ട് ഇദ്ദേഹം നമ്പർ 1 അടവ് കാണിക്കുന്ന ആളാണ്, തന്ത്രശാലിയാണ്. BJPയിലേക്ക് പോകില്ല എന്ന് പറയാൻ കാരണം എന്നറിയാം. BJPയിലേക്ക് പോകുമ്പോഴൊന്നും ഇദ്ദേഹം വെറുതെ അങ്ങോട്ട് അങ്ങ് കയറി ചെല്ലത്തില്ല. നോട്ടം വിദേശകാര്യ വകുപ്പ് തന്നെയാണ്. അത് നടക്കുന്ന ജയശങ്കർ അവിടെ നിൽക്കുകയാണ്, പ്രഗത്ഭനായ ജയശങ്കറിന് ഈ വലിയ എടുപ്പ് കുതിരയുടെ ഭാവമൊന്നും കാണിച്ച് നടക്കുന്നില്ല. ജയശങ്കർ അദ്ദേഹം ആ വകുപ്പ് സമർത്ഥമായിട്ട് കൈകാര്യം സമർത്ഥമായിട്ട് 2019 അദ്ദേഹം തന്നെയല്ലേ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെയല്ലേ മോഡി കൂടെ നിർത്തിയിരിക്കുന്നത്. അദ്ദേഹം പ്രഗത്ഭനല്ലേ, അല്ലാതെ ഇദ്ദേഹത്തെ പോലെ ഈ ഷോമാനായിട്ട് നടക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ഇത് വെറും ഷോമാനല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മാസം 13-ാം തീയതി കാണാം. മാർച്ച് 13-ാം തീയതി തിരുവനന്തപുരത്തുണ്ടാകും. ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് അവിടെ പണ്ടാര അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ അവിടെ വന്ന് തലയിൽ വിട്ട് എടുപ്പ് കുതിര മാതിരി നിൽക്കുന്നത് കാണാം. അപ്പോൾ തിരുവനന്തപുരത്ത് കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇദ്ദേഹം ഫോൺ എടുക്കില്ല, അദ്ദേഹം ഫോൺ എടുക്കണ്ട, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് ഫോൺ എടുക്കത്തില്ല, ഓഫീസ് വേണ്ട തരത്തിൽ പ്രവർത്തിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ചെന്നാൽ ആൾക്കാർക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ പരാതിയുടെ ഒരു പൂന തന്നെയാണ്. അദ്ദേഹത്തെ കാണാൻ കിട്ടുന്നില്ല, അത് സത്യമാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് പ്രവർത്തിക്കണ്ടേ? കൊല്ലത്ത് പോയി NK പ്രേമേന്ദ്രൻ്റെ ഓഫീസ് കാണുക. ഒരു MP എന്ന് പറയുമ്പോൾ എല്ലായിടങ്ങളിലും ഓടിയെത്താൻ കഴിയുന്നില്ല. അതിനുവേണ്ടിയാണ് ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത്, ഓഫീസ് സ്റ്റാഫ് ഉള്ളത്. ഇദ്ദേഹത്തിന് അറിയാൻ ഇനിയും പറ്റത്തില്ലെന്ന്. അതുകൊണ്ടാണ് നിയമസഭയിലേക്ക് നോട്ടമിട്ടിരിക്കുന്നത്. അതാണ് ചോദിച്ചത്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞോ, ഞാൻ ഇപ്പം ഇവിടെ അങ്ങ് മറിച്ച് കളയും പോലും. എവിടെ? കേരളത്തിൽ
കാരണം അതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് അതിനുശേഷം പെരുന്നയിൽ പോയത്, ലീഗിനെ കണ്ടത്. ഇവിടെ ലീഗുമായിട്ട് ചില നീക്കുപോക്കുകളൊക്കെ തരൂര് നടത്തുന്നുണ്ട്. കാരണം കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, കുഞ്ഞാലിക്കുട്ടിയല്ല ലീഗിനെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് മൂന്നാം തവണ പുറത്ത് നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയെ തീയിടും. കോൺഗ്രസ് പാർട്ടിക്ക് ഈ ഇന്ദിരാഭവന് തീയിടും മുസ്ലിം ലീഗ്. അല്ലെ നോക്കിക്കോ, അധികാരം ഇല്ലാതിരിക്കാൻ വേണ്ടി മൂന്നാം വട്ടം അധികാരം UDF കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ കോൺഗ്രസ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ലീഗുമായിട്ട് ചില നീക്കുപോക്കുകൾ തരൂര് നടത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.